തൃശൂർ മുള്ളൂർക്കരയിൽ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സഹോദരന്മാരിൽ ഒരാൾ മരിച്ചു. സരോജിനി ആണ് മരിച്ചത്. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ദേവകി, ജാനകി എന്നിവരെ വടക്കാഞ്ചേരി ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഏറെ പ്രായമുള്ള ആളുകളാണെന്ന് തോന്നി മൂന്ന് സഹോദരിമാർ. എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? മറ്റു രണ്ടുപേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? സിജു, ഇന്ന് രാവിലെയാണ് ഈ മൂന്ന് സഹോദരിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് പ്രദേശവാസികൾ തന്നെ ഇവരെ വീടിന് പുറത്ത് കാണാതായ സാഹചര്യത്തോടുകൂടി അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഷം കഴിച്ച രീതിയിൽ മൂന്നുപേരെയും കണ്ടെത്തിയിട്ടുള്ളത്. തൃശൂർ ചേലക്കര മുള്ളൂർക്കര മടത്തിൽ പറമ്പിൽ വീട്ടിൽ രാമനെഴുത്തച്ഛൻ എന്ന ആളുടെ മൂന്ന് മക്കളാണ് ഇവർ. സഹോദരിമാരാണ്. 83 വയസ്സുള്ള ദേവികി, അതോടൊപ്പം തന്നെ 75 വയസ്സുള്ള സരോജിനി, 80 വയസ്സുള്ള ജാനകി എന്നിവരാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിൽ 75 വയസ്സുള്ള സരോജിനി മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മറ്റ് രണ്ടുപേരെയും ഇത്തരത്തിൽ വടക്കാഞ്ചേരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതികൾ വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. എന്തായാലും സ്ഥലത്ത് ചെറുതുരുത്തി പോലീസ് എത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. പ്രധാനമായും ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ തനിച്ച് താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നോക്കാനോ മറ്റു ബന്ധുക്കളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഏകാന്തമായ ഒരു അവസ്ഥയിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. അതിന്റെ മനോവിഷമത്തിലാകണം ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഈ പ്രദേശവാസികൾ തന്നെ ഇക്കാര്യത്തിൽ വിശദമാക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. മറ്റ് നടപടികൾ ഇനി അവരുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാതെ എന്താണെന്ന് അറിയാൻ കഴിയും. മൂന്നുപേരും വിവാഹിതരല്ല, ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസം, അല്ലേ? തീർച്ചയായും മൂന്നുപേരും വിവാഹിതരല്ല. അച്ഛന്റെ മരണശേഷം മൂന്ന് സഹോദരിമാരും വീട്ടിൽ തനിച്ചായിരുന്നു. ഇവരെ പ്രായമായതുകൊണ്ട് തന്നെ ഇവരെ നോക്കാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് പരിരക്ഷകൾക്കോ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത ബന്ധുക്കളൊന്നും ഇവർക്കില്ല. അതുപോലെ തന്നെ സമൂഹവുമായും മറ്റ് കുടുംബങ്ങളുമായും പ്രദേശവാസികളുമായി വളരെ അകന്നു കഴിയുന്ന ഏകാന്തമായ ഒരു രീതിയിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇവർ. എന്നാൽ ഇന്ന് രാവിലെയായിരുന്നു അത്തരത്തിലൊരു ആത്മഹത്യ. അപ്പോൾ പ്രധാനമായും നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ ഈ ഏകാന്തമായി കഴിയുന്നതിന്റെ ഒരു മനോവിഷമത്തിലായിരിക്കണം ആത്മഹത്യ ചെയ്തതെന്നാണ്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള വരുമാനം, ഉപജീവന മാർഗം എങ്ങനെയായിരുന്നു മൂന്നുപേരുടെയും? ജോലി ഉണ്ടായിരുന്നു ആർക്കെങ്കിലും? പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൂടെയായിരുന്നു ഇവർ ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇവരെങ്ങനെയായിരുന്നു ജീവിച്ചു പോന്നിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും മൂന്ന് സഹോദരിമാരാണ് ഇത്തരത്തിലൊരു കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിൽ സരോജിനി എന്ന സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. സിജു, ശരി. സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഒരു വീട്ടിലെ 3 സഹോദരങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഒരു സഹോദരി മരിച്ചു. മറ്റ് 2 പേർ ആശുപത്രിയിലാണ്.